ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ബീഫ് റോസ്റ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം. അതിനായിട്ട് ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പെരിഞ്ജീരകമാണ്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതൊരു 7-8 ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു അരമണിക്കൂർ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മിനിമം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇത് ഒരു 4 വിസിലാണ് ഇത് വേവാനായിട്ട് എടുത്തത്. ഇതിനകത്ത് നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിലേക്ക് ഒരു അല്പം ഉപ്പൂടെ ചേർത്തിട്ട് ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത ബീഫ് ഉണ്ടല്ലോ, അതോടെ ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നമ്മുടെ ബീഫ് അതിനകത്ത് കിടന്നിങ്ങനെ റോസ്റ്റായി നല്ലൊരു ബ്ലാക്ക് കളറിലോട്ടെത്തും. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ബീഫ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.